ഒരു വ്യാജ പ്രചരണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പറയാൻ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയം പറയുമ്പോൾ പൊള്ളരുത്. കോവിഡ് കാലത്ത് ഞാനും നിങ്ങളും ഒന്ന് ചുമച്ചാൽ, ഒന്ന് തുമ്മിയാൽ മരിച്ചു പോകുമോ എന്ന ജീവഭയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെ പറ്റിച്ച് അഴിമതി നടത്തിയാൽ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും. 500 രൂപ വിലയുള്ള PPE കിറ്റ്, 500 രൂപ വിലയുള്ള PPE കിറ്റ് അതേ ദിവസം തന്നെ 500 രൂപയ്ക്ക് നിപ്പയുടെ കാലത്ത് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി 500 രൂപയ്ക്ക് തരുന്ന ദിവസം തന്നെ 1500 രൂപയ്ക്ക് ഊരും പേരുമില്ലാത്ത ഇന്ത്യയിലെ വ്യവസായ വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് 2014 ആണ്ടിന് ശേഷം യാതൊരു തരത്തിലുള്ള കണക്കുകൂട്ടത്തില്ലാത്ത ഒരു കമ്പനിക്ക്, ഒരു പേപ്പർ കമ്പനിക്ക് 1500 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ തീരുമാനമെടുത്താൽ ഞങ്ങൾ വടകരയിൽ ചോദ്യം ചെയ്യും. ഇന്നലെയും ചോദ്യം ചെയ്യും, ഇന്നും ചോദ്യം ചെയ്യും, നാളെയും ചോദ്യം ചെയ്യും. നമസ്കാരം. നമ്മുടെ PK ശശി ഇന്ന് പാലക്കാട്ട് സമ്മേളനം നടത്തിയ കാര്യം ഒന്ന് അറിയിച്ചേക്കാൻ കരുതിക്കൊണ്ടാണ്. PK ശശി UDFിലേക്ക് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട്, അല്ല UDFിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിലും നിന്നും മത്സരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ PK ശശി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. UDF നേതാക്കൾ അത് അനുകൂലിച്ചിട്ടുമില്ല, പ്രതികരിച്ചിട്ടും ഇല്ല എന്ന പ്രസ്താവനയിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് UDF അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം അത് വീണ്ടും ആവർത്തിച്ചിരുന്നു. ഇന്നും UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയോട് അതേപ്പറ്റി പത്രക്കാർ ചോദിച്ചു, ഈ PK ശശിനെ നിങ്ങൾ നിരന്തരം രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്തുള്ള സ്ത്രീപീഡന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് PK ശശിനെ നിങ്ങൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നതാണല്ലോ. കാരണം CPMൽ 1 ഡസനോളം സ്ത്രീ പീഡകരോട് നിൽക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ രാഹുൽ മാക്കൂട്ടത്തെ പറ്റി ചോദിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടം എങ്ങനെ സ്ത്രീ പീഡകനാകുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും മുന്നിൽ നിന്ന പേരുകളിൽ ഒന്നായിരുന്നു PK ശശിയുടെ പേര്. CPMനെതിരെ ശരിക്കും പറഞ്ഞാൽ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരും അതുപോലെ പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗം തന്നെയാണ്. ആ കാര്യത്തിനകത്ത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ വിചിത്രമാകുന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നങ്ങനെ പാർട്ടിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ആരോപണങ്ങളൊന്നും കാര്യമായിട്ട് വന്നില്ലല്ലോ, അതുപോലെ പോലീസ് കേസ് വന്നില്ലല്ലോ, കോടതി കേസ് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു തരം പരത്തി പറയുന്ന ഒരു രീതി. അതായത് PK ശശിക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് പറയാനുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല. PK ശശിന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെയും BJPയിലെയും CPMലെയും ഒരു 90% പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇത്തരം സ്ത്രീ വിഷയങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരൊക്കെ തന്നെയാണ്. അതിപ്പം നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, അത് ഒരു യഥാർത്ഥമായ അരമന രഹസ്യ അങ്ങാടി പാട്ടെന്ന് പറഞ്ഞ പോലെ ഒരു 90% നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊന്നുമില്ല ഇതിനകത്ത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു 90% പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാർ പരസ്ത്രീ ബന്ധങ്ങളിലൊക്കെ പെട്ടിട്ടുള്ളവർ തന്നെയാണ്. അത് കൃത്യമായ കാര്യമാണ്. അതിനുള്ള എവിഡൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം എടുത്തു തരാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനും ബോധ്യമാണ്. അതുകൊണ്ട് നിങ്ങളിനിപ്പോൾ എത്ര മറച്ചു വെക്കാൻ നോക്കി കഴിഞ്ഞാലും മറച്ചിരിക്കില്ല. പിന്നെ പല നേതാക്കന്മാരുടെയും പിന്നാമ്പറ കഥകൾ പൊതുരംഗത്തുണ്ട് താനും. അതുകൊണ്ട് അതേപ്പറ്റി പറയാനല്ല, രാഹുൽ മാക്കൂട്ടത്തെ ക്രൂശിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവരൊക്കെ അതിനേക്കാളും വലിയ ക്രൂശിക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ജനവികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതുവികാരം നീതിബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തിയായി രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം വെറും നിഴൽ ആരോപണങ്ങളാണ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ ആദ്യമേ തന്നെ നിങ്ങൾ UDF പാളയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മറ്റേതൊരു വ്യക്തിയെ പറ്റിയും മറ്റ് ഇതര പാർട്ടികളിൽ നിന്ന് UDF ക്യാമ്പിലേക്ക് ചേക്കേറാനായിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ പറ്റിയും ഒരു പ്രസ്താവനയെങ്കിലും നടത്താൻ യോഗ്യതയുള്ളൂ, അല്ലെങ്കിൽ നടത്താവൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതില്ല എങ്കിൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്നത് കോൺഗ്രസിനും UDFനും ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഭരണവിരുദ്ധ വികാരം അതിഭയാനകമാണ്. അത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് UDF നേതാക്കൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇടപെടേണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാക്കൂട്ടം. 6 രൂപ 25 പൈസ വിലയുള്ള മാസ്ക്, ആ ഗ്ലൗസ്
6 രൂപ പൈസ വിലയുള്ള മാസ്കിന് 11 രൂപ 25 പൈസയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഇനിയും വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യും രാഷ്ട്രീയമായി. കോവിഡ് പ്രതിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് വ്യാപിച്ച സംസ്ഥാനം. മഹാരാഷ്ട്രയിലെ ആകെ ജനസംഖ്യ 13 കോടി, കേരളത്തിലെ ജനസംഖ്യ 3 കോടി. മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് കേസുകൾ 78 ലക്ഷം, കേരളത്തിൽ ആകെ കോവിഡ് കേസുകൾ 65 ലക്ഷം. ജനസംഖ്യയിൽ 10 കോടിയുടെ വ്യത്യാസം. പക്ഷേ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വെറും 13 ലക്ഷത്തിന്റെ മാത്രം വ്യത്യാസം. ഞങ്ങൾ ചോദ്യം ചെയ്യും. അദ്ദേഹത്തിന് സാധിക്കുന്ന വിധം അദ്ദേഹം പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏതൊരുവിധ പ്രതിപക്ഷ നേതാക്കൾ ശക്തമായി പ്രതികരിക്കുന്നതിനേക്കാളും 10 മടങ്ങാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഓരോ പ്രതികരണങ്ങളും വരുന്നത്. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മുഖത്ത് 51 വെട്ടി കൊന്ന കേസിനകത്തെ കോടതി ശിക്ഷിച്ച, അപ്പീല് പോയിട്ടും ശിക്ഷിച്ച പ്രതിയായ കുഞ്ഞനന്ദന് സ്തുതി പാടിയാൽ ഞങ്ങൾ അത് ചോദ്യം ചെയ്യും, ഇനിയും ചോദ്യം ചെയ്യും. അതൊരു വാക്കിലൂടെ ആണെങ്കിലും, അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആണെങ്കിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടം പ്രതികരിക്കുന്നതിൻ്റെ ഒരു 4/1 പോലും ജന പിന്തുണ മറ്റുള്ള ഒരു നേതാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളയിടത്തു നിന്നുകൊണ്ടാണ് നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ജനവികാരം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ജനകീയ നേതാവായി രാഹുൽ മാക്കൂട്ടം മാറുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത്. പാനൂരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ കഴിഞ്ഞ തവണ ഞങ്ങളുടെ മൻസൂറിനെ കൊന്നതുപോലെ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ വീണ്ടും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി CPM-ന്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുകയും 2 DYFI പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ വിഷയം അത് പ്രാദേശിക ബോംബല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട, ലെവലേശം മടിയില്ലാതെ ഞങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്യും. ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് രാഹുൽ മാക്കൂട്ടത്തെ ആദ്യമായി UDF പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് വേണം നിങ്ങൾക്ക് മറ്റ് ഇതര പാർട്ടികളിൽ നിന്നും ഈ വിഭാഗത്തിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രസ്താവനകളോ ഒരു അനുനയ നീക്കങ്ങളോ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് ഇവിടെ പൊതുസമൂഹം ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്തെല്ലാം സംഭവങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതികൾ ഡെയിലി എടുത്തിട്ട് ഇവിടുത്തെ ഭരണകൂടത്തെയും ഭരണകൂട സംവിധാനത്തിലെ ഓരോ ക്രമക്കേടുകളെയും പറ്റി ഹൈക്കോടതി പ്രത്യേകിച്ച് ഹൈക്കോടതി അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്താണെങ്കിലും ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും മറ്റു ഓരോ വിഷയങ്ങളിലാണെങ്കിലും ഈ പ്രാവശ്യം പട്ടയ വിതരണത്തിലാണെങ്കിൽ പോലും കൂടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡെയിലി എന്നവണ്ണം ഇവിടുത്തെ ഭരണകൂടത്തെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് പ്രതിപക്ഷ നിരയിൽ ശക്തമായ ഒരു സ്വരം വരുന്നില്ല. അത് രാഹുൽ മാക്കൂട്ടമൊക്കെ ഉൾപ്പെടുത്തി നിൽക്കുമ്പോൾ മാത്രമാണ് അതിനൊരു ശക്തി ഇതുവരെയും വന്നിരുന്നത്. ഇനിയാണെങ്കിലും അതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ ഈ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ഒരു സാധാരണ ഒരു വീട്ടിലെ ജാസ്ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കാറിടിപ്പിച്ച് ഒരു ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട് കാറിടിപ്പിച്ച് മരണപ്പെടുകയുണ്ടായി. അതായത് ആ കുട്ടി അങ്കമാലിയിൽ ഒരു മോർണിംഗ് സ്റ്റാർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒഴിവ് ദിവസങ്ങളിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു. കാരണം സാധാരണ കുടുംബമാണ്. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിലാണ് ഈ 28-ാം തീയതി വൈകുന്നേരം ഒരു മതോന്മത്തനായിട്ടുള്ള ഒരു ഡോക്ടർ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇനി അയാൾ മയക്കുമരുന്നിനടിമയാണെന്നും കൂടി പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഒരു സിറിയക് പി ജോർജ് എന്ന് പറയുന്ന വ്യക്തി കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് അതിരമ്പുഴക്കാരനാണ്. അവൻ ഓടിച്ചു വന്ന വാഹനം ഇടിച്ച് ആ കുട്ടി ഏകദേശം 200 മീറ്ററോളമാണ് പന്ത് തെറിക്കുന്നതായി തെറിച്ചു പോയി വീണത്. ഈ CCTV-യിലൊക്കെ കാണുന്നുണ്ട്. ഉടനെ തന്നെ നാട്ടുകാരും പോലീസും കൂടി ആ കുട്ടീനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയെങ്കിൽ പോലും കൂടെ ആ കുട്ടി തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെടുകയും ചെയ്തു. ആ കുട്ടിയുടെ അവയവം ജീവിച്ചിരിക്കുന്ന 4 പേർക്കായിട്ട് വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കുടുംബം അങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ കുട്ടി മരണപ്പെട്ടിട്ട് ആ ഇടിച്ച് കൊലപ്പെടുത്തിയ ആ ഡോക്ടർ എന്ന് പറയുന്നവൻ, അവനെ ഈ 6 ദിവസമായിട്ട് ഇതുവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഷ്യം. അത് ഭാഷ്യം ഏത് രീതിക്ക് വേണമെങ്കിലും ആകാമല്ലോ. പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഓരോരുത്തരെയൊക്കെ പിടിക്കുന്ന നിമിഷം നേരം വെച്ച് പിടിക്കുന്നുണ്ട്. ഇവനൊക്കെ ഈ അങ്കമാലിയിൽ വെച്ച് അപകടം നടത്തി കടന്നു പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. പക്ഷേ പിടിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം
പോലീസിന് വ്യക്തിപരമായിട്ടോ അല്ല ഉന്നതങ്ങളിൽ നിന്നോ അങ്ങനെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും പിടിക്കില്ല എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള യുവ നേതാക്കളുണ്ടെങ്കിൽ അവരൊക്കെ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് പോരാടുന്ന ഒരു യുവ നേതാവാണ്. അപ്പം അത്തരം നേതാക്കളുടെ ഒരു ശബ്ദം ഇവിടെ പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ളത് ഇവിടെ വലിയൊരു പോരായ്മയായിട്ട് പൊതുസമൂഹം കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാക്കൂട്ടം എത്രയും പെട്ടെന്ന് UDF ക്യാമ്പിലേക്ക് വരേണ്ടതുണ്ട്. ആ UDF ക്യാമ്പിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കൂടെ UDFന് അതിശക്തമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നിലയിലേക്ക് എത്തത്തക്കവണ്ണം UDFന് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാക്കൂട്ടത്തെ ആദ്യമേ UDFൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മറ്റേ UDF ക്യാമ്പിലേക്ക് കടന്നു വരാനായിട്ടുള്ള നേതാക്കൾക്ക് പച്ചക്കൊടി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു കാര്യം. അതിൽ എത്രയും പെട്ടെന്ന് UDF നേതൃത്വവും പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള നേതൃത്വമോ എത്രയും പെട്ടെന്ന് ശക്തമായിട്ട് അതിനൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിങ്ങൾ ജേർണലിസ്റ്റ് ആണെന്ന് നേരത്തെ പറയുന്നത്, അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറും കൂടിയാണോ? അല്ല, നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ. ഞാനൊരു ജനപ്രതിയായിട്ട് വീട് വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഒരു കുട്ടനാട്ടിൽ വെക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? അങ്ങ് പറയൂ, മഴ പെയ്യുന്നുണ്ടോ? എന്താ മറുപടി ഇല്ലാത്ത? അങ്ങ് ചോദ്യം മാത്രമേ അത്രേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? മഴയില്ലല്ലോ. അതങ്ങ് മനസ്സിലാക്കിയത് അങ്ങ് കാലാവസ്ഥാ വിദഗ്ധനായതുകൊണ്ടല്ലോ. കോമൺ സെൻസ് അല്ലേ? അപ്പൊ അങ്ങേക്കൊരു ഒരു വീട്, ശരി, ഇപ്പോ ആ കാണുന്ന കെട്ടിടത്തിന് 5 കോടി രൂപയായി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുവാണോ? നമുക്ക് ടെക്നിക്കലായിട്ട് അറിയത്തില്ല. അപ്പൊ അങ്ങേക്ക് അറിയില്ല എന്ന് പറ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. രാഹുലിന് അറിയാമോ?